ഈ ചെടിമോഷ്ടാവിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കൊല്ലം ജവഹർ ജംഗ്ഷനിലെ ഫാസ്റ്റ് ഫുഡ് സ്ഥാപനമായ ബർഗർ ലോഞ്ചിന്റെ നടത്തിപ്പുകാർ. പലതവണ മണി പ്ലാന്റുമായി കടന്നു കളഞ്ഞ മോഷ്ടാവ് ഒടുവിൽ CCTVയിലും കുടുങ്ങി. ഇനി മോഷണമുണ്ടായാൽ പരാതി നൽകാനാണ് തീരുമാനം. കണ്ണൻ നായർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരും. കണ്ണൻ, ഈ മണി പ്ലാന്റ് ഒക്കെ വീട്ടിൽ വെച്ചാൽ പണം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം പൊതുവെ നിൽക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പേരിലാണോ ഈ മണി വേണ്ട മണി പ്ലാന്റ് മതി എന്നും പറഞ്ഞോണ്ട് ഈ കള്ളൻ ഈ മണി പ്ലാന്റ് അടിച്ചുകൊണ്ട് പോകുന്നത്? എന്തായാലും കടക്കാര് നടത്തിപ്പുകാര് ആകെപ്പാടെ പൊറുതിമുട്ടിയിരിക്കുകയാണല്ലേ? തീർച്ചയായും പൂജ, കാര്യം ഇതുപോലെ ഗതികെട്ടൊരു കള്ളനെ ഈ ലോകത്ത് കാണാൻ സാധിക്കില്ല. കാര്യം ഒരു സ്ഥലത്ത് വന്ന് മണി പ്ലാന്റ് മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ പ്രഭാത സവാരി സമയത്താണ് ഇയാൾ ഇവിടേക്ക് എത്തുന്നത്. അയാൾ ആ സമയത്ത് വന്ന 27-ാം തീയതിയും 28-ാം തീയതിയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. രാവിലെ വരുന്നത് വളരെ രാഘവത്തോട് തൊപ്പിയൊക്കെ ധരിച്ചിട്ടുണ്ട്, ഒരു ടീഷർട്ടൊക്കെ ഇട്ട് പ്രഭാത നടത്തത്തിന് പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വരവ്. കണ്ടാൽ വളരെ മാന്യനാണെന്ന് തോന്നും. ആ പരിസരമൊക്കെ വീക്ഷിക്കുന്നു, കടയിലൊക്കെ നോക്കുന്നു. നോക്കിയ ശേഷം പെട്ടെന്ന് ഒരു മണി പ്ലാന്റ് എടുത്ത് ഒരു കവറിനുള്ളിലാക്കി പെട്ടെന്ന് കടന്നു കളയുകയാണ്. അത് 27-ാം തീയതി സംഭവം. 28-ാം തീയതിയും സമാനമായ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായി. അതോടുകൂടിയാണ് ഈ ഭക്ഷണശാലയുടെ നടത്തിപ്പുകാർ ഈ ദൃശ്യങ്ങൾ CCTVയിൽ നിന്ന് എടുത്തത്. അത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി മോഷണം ഉണ്ടാകരുത്, മാത്രമല്ല ഇങ്ങനെ വന്ന് ഇത്തരത്തിൽ മണി പ്ലാന്റ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വ്യക്തിയെ നാണം കെടുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഈ കടയുടമകൾക്കുള്ളത്. എന്തായാലും ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷം പിന്നീട് ഇപ്പോൾ ഇത്രയും ദിവസമായിരിക്കുന്നു, ഇതുവരെ അങ്ങനെയുള്ളൊരു മോഷണം നടന്നിട്ടില്ല. എന്നാൽ ഈ കള്ളനെ അറിയാവുന്ന ആൾക്കാർ കൃത്യമായി കാണും. കൊല്ലം നഗരത്തിലാണ് ഈ വലിയ തിരക്കുള്ള സമയമാണ്, തിരക്കുള്ള പ്രദേശമാണ്. പക്ഷേ രാവിലെ 6 മണി 6:30 ആകുമ്പോഴേക്കും പ്രഭാത നടത്തത്തിന് വരുന്ന ആൾക്കാർ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള സമയം നോക്കി കൃത്യമായി തക്ക നോക്കിയിരുന്ന ആ ചെടി മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗമാണുള്ളത്. ഒപ്പം തന്നെ പൂജ പറഞ്ഞതുപോലെ ഈ മണി പ്ലാന്റ് വീട്ടിൽ വെച്ചാൽ പണം സമ്പാദിക്കാൻ സാധിക്കുമെന്നുള്ളൊരു അന്ധവിശ്വാസമൊക്കെ തന്നെ പല ആൾക്കാർക്കും ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസത്തിന് അല്ലെങ്കിൽ അന്ധവിശ്വാസിയായിട്ടുള്ള ഒരാളാണോ ഇയാളെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല. പക്ഷേ കള്ളൻ ജാഗ്രത പാലിക്കുക. ഇനി ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ, പ്രത്യേകിച്ചും ഒരു വെറൈറ്റി മോഷണമാണ്. ആ കള്ളന്റെ ഉദ്ദേശം എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. എന്തിനാണ് ഇത്രയും പ്ലാന്റുകൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതെന്ന്. സ്വാഭാവികമായിട്ടും ഈ കട നടത്തിപ്പുകാരൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? കടനടത്തിപ്പുകാർ സത്യത്തിൽ തലയിൽ കൈവച്ചിരിക്കുകയാണ്. കാര്യം ഇത്തരത്തിലുള്ള ഒരു മോഷണം ഉണ്ടാകുന്നത് ആരും കരുതുന്നില്ല. ചിലപ്പോൾ കടയിലെ ഈ പണപ്പെട്ടിയിൽ നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ പോകുക എന്നൊക്കെയുള്ള സംഭവങ്ങളാകാം സാധാരണ കടക്കാർക്കൊക്കെ മുന്നിൽ ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെ ഈ ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അതിമനോഹരമായിട്ട് അടുക്കി വെച്ചേക്കാണ് ആ മണി പ്ലാന്റ്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, അതിൻ്റെ ഭംഗി പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇതിന് സമാനമായ രീതിയിൽ കൊല്ലത്ത് നേരത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഒരു ബൈക്കിൽ ഒരു സ്ത്രീയും പുരുഷനോട് വരുന്നു, ആ പ്രദേശമൊക്കെ ഇങ്ങനെ വീക്ഷിക്കുന്നു. അതിനുശേഷം ചെടിച്ചട്ടി എടുത്തുകൊണ്ട് നേരെ അങ്ങ് പോവുക എന്നുള്ളതാണ്. അങ്ങനെ വെറൈറ്റി ആൾക്കാരായിട്ടുള്ള ഈ കൊല്ലം നഗരത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 2 തരത്തിലുള്ള മോഷ്ടാക്കളെ ഇതുവഴി കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മോഷ്ടാക്കൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട്, അത് CCTV ക്യാമറയാണ്. ആ CCTV ക്യാമറയിൽ നിങ്ങളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ആ ദൃശ്യങ്ങൾ പതിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന കാലമാണ്. അങ്ങനെയാണ് നേരത്തെ ചെടിച്ചട്ടി മോഷ്ടിച്ചുകൊണ്ട് പോയ യുവതിയും യുവാവും ഒപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ടിപ് ടോപ്പിൽ വന്ന് മണി പ്ലാന്റ് മോഷ്ടിച്ചുകൊണ്ട് പോയ കള്ളനടക്കമുള്ള ആൾക്കാരുടെ ദൃശ്യങ്ങൾ വൈറലായിരിക്കുന്നത്.